കൊല്ലം കോർപ്പറേഷന്റെ സ്ലോട്ടർ ഹൗസിന്റെ പ്രവർത്തനം നിലച്ചിട്ട് 8 വർഷം പിന്നിട്ടു. UDF ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടും സ്ലോട്ടർ ഹൗസ് തുറക്കാനായിട്ടില്ല. UDF തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ ആയുധമായിരുന്നു അത്യാധുനിക അറവുശാല. സ്ലോട്ടർ ഹൗസ് അടച്ചുപൂട്ടിയതോടെ കോർപ്പറേഷന് ലഭിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനവും ഇല്ലാതായി. മാംസാഹാരം ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ മലയാളികൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കോർപ്പറേഷന്റെ സ്ലോട്ടർ ഹൗസാണ്. 2019 അടച്ചതാണ് ഈ സ്ലോട്ടർ ഹൗസ്. കൊല്ലം നഗരത്തിലേക്ക് എത്തുന്ന മാംസം എത്രത്തോളം ശുദ്ധമാണ്, അതോ അശുദ്ധമാണോ? പരിശോധിക്കാൻ സംവിധാനങ്ങൾ ഇല്ല. അഷ്ടമുടിക്കായലിന്റെ തീരത്താണ് നഗരസഭയുടെ കീഴിൽ സ്ലോട്ടർ ഹൗസ് പ്രവർത്തിക്കുന്നത്. 2019 LDF ഭരണസമിതിയുടെ കാലത്ത് 26 ലക്ഷം രൂപ ചെലവിട്ട് സ്ലോട്ടർ ഹൗസ് നവീകരിച്ച് ആധുനിക രീതിയിലാക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പദ്ധതി വിജയിച്ചില്ല. കോഴിക്കോട് ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിയുടെ ഹൈടെക് വൽക്കരണമെന്ന ഉറപ്പിന്മേലാണ് സാധാരണക്കാരുടെ നികുതി പണം ചെലവഴിച്ചത്. അറവുശാലയിൽ അശാസ്ത്രീയ നിർമ്മാണത്തിനും പ്രവർത്തനത്തിനുമെതിരെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സമരം ചെയ്തവർ ഭരണത്തിലെത്തി. പുതിയ ഭരണസമിതി 6 ലക്ഷം രൂപ കൂടി ചെലവിട്ട് വീണ്ടും നവീകരിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. അറവുമാടുകളുടെ രക്തവും മാലിന്യവും കലർന്ന് ജലവും പുറത്തേക്ക് ഒഴുക്കി. തുടർന്ന് ട്രയൽ റൺ ഉപേക്ഷിച്ചു വീണ്ടും പൂട്ടി. നഗരസഭയുടെ കീഴിലെ അത്യാധുനിക അറവുശാല അവതാളത്തിലായെങ്കിലും നഗരത്തിലെ മാംസവിൽപ്പന തകൃതിയായി തുടരുകയാണ്. അവധി ദിവസങ്ങളിൽ കോർപ്പറേഷൻ പരിധിയിലെ പ്രധാന പാതയോട് ചേർന്ന് താൽക്കാലികമായ ഷെഡുകളിൽ മാംസവിൽപ്പന നടക്കുന്നുണ്ട്. അതേസമയം ഇവിടെ എത്തുന്ന മാംസം ഏത് അറവ് കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന് വ്യക്തതയില്ല. ഇത്തരം കേന്ദ്രങ്ങളിലെത്തുന്ന മാംസത്തെ സംബന്ധിച്ചും ഇതിനായി ഉപയോഗിക്കുന്ന കന്നുകാലികളെ സംബന്ധിച്ചും യാതൊരു പരിശോധനയും നടത്തുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇപ്പോൾ കൊണ്ടുവരുന്ന മൃഗങ്ങളെ വരുന്നതും എല്ലാം തന്നെ പഴയതുപോലെ തന്നെയാണ്. സ്ലോട്ടർ ഹൗസിലിട്ട് വെട്ടിക്കൊണ്ടുവരുന്ന മാംസാഹാരമല്ല ഇന്ന് ഈ കൊല്ലം കോർപ്പറേഷൻ പരിധിയിലുള്ള ജനങ്ങൾ ഭക്ഷിക്കുന്നത്. ഇതെല്ലാം തന്നെ അതാത് പഴയതുപോലെ തന്നെ അതാത് സ്ഥലങ്ങളിലിട്ട് വെട്ടിയാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരത്തിലെ അനധികൃത അറവ് കേന്ദ്രങ്ങൾ കണ്ടെത്തി നടപടിയെടുക്കണമെന്നും അത്തരം മാംസവിൽപ്പന കേന്ദ്രങ്ങൾ പൂട്ടിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നഗരസഭയുടെ കീഴിൽ പുതിയ അറവുശാല ആരംഭിക്കുമ്പോൾ അഷ്ടമുടിക്കായലിന്റെ തീരം ഒഴിവാക്കണമെന്ന ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ പഴയ സ്ലോട്ടർ ഹൗസ് തുറന്ന് പ്രവർത്തിച്ചെങ്കിലും വീണ്ടും അത് അടയ്ക്കുകയാണ് ഉണ്ടായത്. നഗരത്തിലെത്തുന്നത് ശുദ്ധമായ മാംസമാണോ എന്ന ചോദ്യത്തിന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന് മറുപടിയുമില്ല. പിന്നെ ഇതിനൊക്കെ ആര് മറുപടി നൽകും? ആ ചോദ്യം അവശേഷിക്കുകയാണ്. ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.